കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ, മൺചിരാത് തെളിയിക്കൽ എന്നിവയും നടന്നു. കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, നമ്മൾ പണ്ടെങ്കിലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള രാസലഹരിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിലും കുട്ടികളിൽ വരെ അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മിഠായി രൂപത്തിൽ വരെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു തരത്തിലേക്ക് ഈ ലഹരിയുടെ വ്യാപനം വളരെ കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് ഇത്തരം ബോധവൽക്കരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള, നല്ല കുട്ടികളെ വാർത്തെടുത്ത് നാളത്തെ പൗരന്മാരാക്കി മാറ്റേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്. അവരെ ലഹരിക്ക് അടിമയാകാതിരിക്കാൻ, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ. ആരോഗ്യത്തിന് ബുദ്ധിമുട്ടായിട്ട് ഉള്ള എല്ലാ വസ്തുക്കളെയും ഈ ലഹരി വസ്തുക്കളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ കൂടുന്ന കുട്ടികളടക്കം, നമ്മളിവിടെ കൂടിയിരിക്കുന്ന കുടുംബങ്ങളടക്കം ലഹരിക്ക് അതീതമായിട്ട് ചിന്തിക്കുകയും ലഹരിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം സാമൂഹ്യ ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നതും കുടുംബജീവിതത്തിന്റെ ഭദ്രത തകർക്കുന്നതുമായ പുകയില, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ പദാർത്ഥങ്ങളുടെയും വിൽപ്പനയ്ക്കും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ ഞാൻ ശക്തമായി പ്രവർത്തിക്കുമെന്നും എന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ലഹരിക്ക് പ്രോത്സാഹനം ചെയ്യുകയോ ചെയ്യയില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നളന്ദ പ്രസിഡന്റ് എസ് അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജി സദാശിവൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, മൺചിരാത് തെളിയിക്കൽ എന്നിവയും നടന്നു. പ്രഭാഷ് പാലാഴി, പത്തിയൂർ വിശ്വൻ, പ്രദീപ് അച്ചൂസ്, ശശികുമാരൻ പിള്ള, ജെസി, രൂപേഷ്, പി ഭാഗ്യലക്ഷ്മി, അനിൽ പാരിജാതം, അശ്വിൻ, ബിജു, ബാലവേദി, വനിതാവേദി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.